2 ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു പൾസർ 180 ആണിത്. 4th ഓണറാണ്. 4th ഓണറിന് എത്തിയിട്ട് ഏകദേശം ഒരു 7 വർഷത്തോളമായി. അദ്ദേഹം ഇപ്പം തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ആയി. 1 ലക്ഷം കിലോമീറ്റർ ആയപ്പോഴത്തേക്കും മീറ്റർ ഒന്ന് മാറിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 1.14 1.13.969 അത്രയും കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 2,13,969 കിലോമീറ്റർ ഓടിയൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഓണർ വളരെ വൃത്തിക്കും വളരെ നന്നായി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പൊന്നു പോലെ കൊണ്ടു നടക്കുന്നൊരു വണ്ടിയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു ബൈക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപൂർവമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 2 ലക്ഷം കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയൊരു വണ്ടിയാണ്. 2,14,000 കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയതാണ്. 2 ലക്ഷം കിലോമീറ്റർ ഓടിച്ച മഹാനാണിത് കേട്ടോ. ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഇദ്ദേഹമാണ് ഈ വണ്ടിയെ പൊന്നുപോലെ സൂക്ഷിച്ച് കൊണ്ട് കിടക്കുന്നത്. ഇത് നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കുമ്പോഴേ സാധാരണഗതിയിൽ ഒരു ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും വണ്ടിയുടെ പിസ്റ്റണോ സിലിണ്ടറോ ഒക്കെ കംപ്ലൈൻ്റ് ആകാറുണ്ട്. അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നോ വണ്ടിക്ക്? നമുക്കിതിന് ഓയില് കത്തുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. 1 ലക്ഷം കഴിഞ്ഞപ്പോഴാണ് പിസ്റ്റൺ സിലിണ്ടറും മാറിയത്. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത 1 ലക്ഷമായി. ഇതുവരെ ഓയിൽ കത്തലൊന്നുമില്ല, കുഴപ്പമില്ലാതെ പോകും. 2000 കിലോമീറ്ററൊക്കെ ആകുമ്പം ഓയിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കിടന്നോളും. വളരെയേറെ യാത്ര ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ് ഇതിനകത്ത് തന്നെ. അപ്പം താങ്കളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമല്ലോ. ഓഡിറ്റിങ്ങായിട്ട് സംബന്ധിച്ച് ഇടുക്കി ഡിസ്ട്രിക്ട് ഫുള്ള് കവർ ചെയ്യാറുണ്ട്. അപ്പം ഏകദേശം ഒരു ദിവസം ഒരു 200-250 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പം ഇതിന് എന്നാണോ ആദ്യത്തെ 1 ലക്ഷത്തിന് ശേഷം പിന്നീട് പണികളൊന്നും കാര്യമായിട്ട് ചെയ്യുന്നിട്ടില്ലല്ലോ? ഞാനൊന്ന് വീണതേ ഉള്ളൂ. ചെയിൻ സ്പ്രോക്കറ്റും ഒക്കെ എത്ര കിലോമീറ്റർ വരെയൊക്കെ കിട്ടാറുണ്ട്? സ്പ്രോക്കറ്റും ഒരു 20 കഴിയുമ്പോൾ കിടന്നടിക്കാൻ തുടങ്ങും. അത് വെച്ച് പിന്നെ ഒരു 10 കൂടെ ഒക്കെ ഓടിക്കാം. ഈ എന്നാണോ നമുക്ക് ഈ 180 എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? സാധാരണ ഇതിൽ ചോദിക്കുന്ന ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, എന്നാലും എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? 40-45 പ്രതീക്ഷിക്കാമോ? ആദ്യത്തെ പിസ്റ്റണായിരുന്നപ്പം 40-45 മേളിൽ കിട്ടുന്നുണ്ട്, 45 കിട്ടുന്നുണ്ട്. ഇത് മാറിക്കഴിഞ്ഞപ്പം 38-40 ഉണ്ട്. കുറവായി. അപ്പം എന്താ ബോറിങ് മാറ്റുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? പിസ്റ്റണും സിലിണ്ടറും കൂടെ ആണ് മാറ്റിയത്. പിന്നെ ക്രാങ്ക് അതിനൊന്നും പ്രശ്നമില്ല. മാറ്റിയിട്ടില്ല. ഇല്ല. ഇപ്പം നിലവിൽ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ? സ്മൂത്ത് അല്ലേ വണ്ടി? സ്മൂത്തായിട്ടാണ്. ഓക്കെ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാമോ ജസ്റ്റ് ഒന്ന്? നമുക്ക് എൻജിൻ സൗണ്ട് ഒന്ന് കേൾക്കാം. ഇപ്പോഴും നല്ല സ്മൂത്താണ്. അപ്പോൾ നമുക്കിതിന് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നന്നായിട്ട് യൂസ് ചെയ്യുക, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏത് ബൈക്കും നിങ്ങൾക്ക് ഒരു 2 ലക്ഷമൊക്കെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഇത് 2011 മോഡൽ. അടുത്ത വർഷം റീടെസ്റ്റ് ആകുന്ന വണ്ടിയാണ്. നമുക്ക് ചിലപ്പോൾ അപൂർവമായിട്ടൊക്കെ ഇതുപോലെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ധാരാളം യാത്ര ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ ഈ 2 ലക്ഷം കിലോമീറ്ററൊക്കെ കവർ ചെയ്യുള്ളൂ. ഒരു പക്ഷേ റീടെസ്റ്റിന് ശേഷവും എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ടും വളരെ നന്നായിട്ടും ഈ യൂസർ ഇദ്ദേഹത്തിൻ്റെ പേര് റോണി എന്നാണ്. ഇദ്ദേഹം വളരെ നല്ലതായിട്ട് തന്നെ പിന്നെയും യൂസ് ചെയ്യും. ഇദ്ദേഹത്തിന് വേറൊരു ബൈക്ക് കൂടെ ഉണ്ട് ഇപ്പം. അത് നമുക്ക് അതിൻ്റെ വീഡിയോ പിന്നീട് എടുക്കാം. അത് ഏകദേശം ഒരു 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ 2 ബൈക്കും ഇദ്ദേഹം നല്ലതായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് അപൂർവമായിട്ട് അങ്ങനെ നല്ല രീതിയിൽ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവരെ കാണാറുള്ളൂ. സാധാരണഗതിയിൽ 3000-ന് ഓയിൽ മാറുന്നവരൊക്കെ നമ്മൾ കാണാറുള്ളൂ. 3000-3000 ചിലർ ഓയിൽ പോലും വളരെ ലേറ്റായിട്ട് മാറുന്നു. അത്തരം വാഹനങ്ങളാണ് കംപ്ലൈൻറ്റ് ഉണ്ടാക്കുന്നത്. ബജാജ് പോലൊരു കമ്പനിയിൽ നിന്നും നമുക്ക് ഇത്രയും കിലോമീറ്റർ ഓടിയൊരു വണ്ടി എന്ന് വെച്ചാൽ ഒരു പക്ഷേ കാണിക്കാൻ കുറവായിരിക്കും. ഇപ്പം ഈ ഡ്രം ബൈക്കാണല്ലോ പുറകിലെ ഇപ്പോഴത്തെ പുതിയ മോഡലിനൊക്കെ എന്ന് വെച്ചാൽ ഡിസ്ക് ആണല്ലോ വരുന്നത്. അത് നല്ല പോരായ്മയാണ്. ഇത് വണ്ടിക്ക് 146 വെയിറ്റ് വരുന്നുണ്ട്, പിന്നെ എക്സ്ട്രാ വരും. അപ്പോൾ അത്രയും വെയിറ്റ് ഉള്ള ഒരു വണ്ടി ഒരു ടൈമിൽ ബാക്ക് ബ്രേക്ക് വണ്ടി നിർത്താമെന്ന് വെച്ചാൽ നടക്കില്ല. ഡിസ്ക് കൂടെ ഇതിൻ്റെ ചെറിയ പെഡലൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ബ്രേക്കിങ്ങിന് അത്ര ഇത് കിട്ടില്ല, എഫിഷ്യൻസി കിട്ടുന്നില്ല. ഡിസ്ക് ബ്രേക്ക് ആവുകയാണെങ്കിൽ കൂടുതലും സിംഗിൾ റൈഡ് ആയിരിക്കുമല്ലോ അല്ലേ? സിംഗിൾ റൈഡാണ്.
ഡിസ്കിലേക്ക് മാറ്റുവാണെങ്കിൽ അത് ബെറ്റർ. ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ വണ്ടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഡിസ്ക് ആണല്ലോ വരുന്നത്. ഇത് വേണമെങ്കിൽ ആക്കാം. അതിന് എത്ര വരുമെന്ന് അങ്ങനെ എന്തെങ്കിലും സംസാരം നടന്നോ? സിങ്ങാമോ ചേഞ്ച് ചെയ്യണം, അലോയ് മാറ്റണം, അങ്ങനത്തെ കുറച്ച് ചേഞ്ച് ഉണ്ട്. ബജാജിനെ സംബന്ധിച്ച് ഇപ്പോൾ സ്പെയർ പാർട്സിൻ്റെ വില, ലഭ്യത ഇതൊക്കെ എങ്ങനെയാണ്? സ്പെയർ പാർട്സിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് കുറവാണ്. ഏത് വെട്ടിക്കട ചെന്നാലും കിട്ടും. നമ്മൾ ഒരിക്കലും വഴി കിടത്തത്തില്ല, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പിന്നെ വണ്ടിയെ കയറിയിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കംഫർട്ടും ഒരു വിശ്വാസം തോന്നും. അതുകൊണ്ട് എങ്ങനെ ഓടിക്കാം, കൺട്രോൾഡാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സസ്പെൻഷൻ ഭാഗത്തോട് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് സസ്പെൻഷൻ? ലോങ് ഡ്രൈവ്സിലൊക്കെ പോകുമ്പോൾ നടുവിന് വേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? ചിലർക്കൊരു കാലിനൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ടെന്ന് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ചെയ്യുന്നവർ പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് താങ്കൾക്ക് വന്നിട്ടുണ്ടോ? ഒരു 1 hour വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിർത്തിയിട്ട് ഇറങ്ങി നിൽക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കിതുവരെ അങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ 2 hours അങ്ങനെയൊന്നും ഓടിക്കില്ല. 1 hour കഴിയുമ്പോഴത്തേനും ഇറങ്ങി ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ട്, റെസ്റ്റ് മീൻസ് ഒരു 10 മിനിറ്റൊക്കെ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്കങ്ങനെ ഇതുവരെ ബാക്ക് ചെയ്യാൻ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഈ വണ്ടിയിൽ പരിപൂർണമായി താങ്കൾ സാറ്റിസ്ഫൈഡ് ആണോ വണ്ടി? അതായത് ഇപ്പോൾ നമ്മുടെ പൾസർ 180 ആണ്. 180യുടെ പവർ, മൈലേജ്, പിന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ്, അത്തരം കാര്യങ്ങളിലൊക്കെ താങ്കൾ സാറ്റിസ്ഫൈഡ് ആണോ പരിപൂർണമായി? പരിപൂർണമായിട്ട് സാറ്റിസ്ഫൈഡാണ്. പിന്നെ ഇത്രയും കിലോമീറ്റർ ഓടിയതാണ്. പിന്നെ അതിൻ്റേതായ ചെറിയ ഒരു വലുവെടുപ്പ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ചില ടൈമിൽ. അത് എഞ്ചിൻ ഹീറ്റായി കഴിയുമ്പോഴാണോ? എഞ്ചിൻ ഹീറ്റായി കഴിയുമ്പോൾ സൗണ്ടിനൊരു വേരിയേഷനും വരും. അപ്പം അറിയാം. പക്ഷേ എനിക്ക് മുമ്പേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കേട്ടപ്പോഴത്തേക്ക് വളരെ സ്മൂത്തായിട്ടുള്ളൊരു സൗണ്ടാണ്. ഒരു പുതിയ എഞ്ചിൻ്റെ കേൾക്കുന്ന പോലത്തെ നല്ല സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷം പഴക്കമുള്ള വണ്ടിയാണെന്ന് ഓർത്തോണം. എന്നാലും നല്ല സൗണ്ടാണ്. വണ്ടി കാഴ്ചയിലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു. വണ്ടി അതുപോലെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇതുപോലെ കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ. കഴുകിയൊക്കെ സൂക്ഷിക്കും, അതാണ് മെയിനായിട്ട്. പിന്നെ ഇതിൻ്റെ എനിക്കങ്ങനെ വലിയ മേജർ പ്രശ്നമായിട്ട് വന്നാൽ സിലിണ്ടറിൻ്റെ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞ് പിസ്റ്റനല്ലേ? സ്റ്റാർട്ടർ അതിൻ്റെ ബ്രഷൊക്കെ മാറിയിട്ടു, അങ്ങനത്തെ ചെറിയ പരിപാടി. പിന്നെ ബാറ്ററി മാറിയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പീരിയോഡിക്കായിട്ട് വരുന്നതാണ് കംപ്ലൈൻറ്റുകളൊക്കെ തന്നെ വന്നു. ടയർ മൈലേജ് ഒക്കെ എത്ര കിട്ടാറുണ്ട്? ബാക്ക് ടയർ 20 അടുത്തൊക്കെ കിട്ടാറുണ്ട്. അത് ഈ ഇറക്കം കൂടുതലുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ഓടിക്കുന്നതുകൊണ്ടായിരിക്കും. കയറ്റം ഇറക്കം കൂടുതലുള്ള വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൂടുതലായിട്ട് ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിലോമീറ്റർ കുറച്ചേ കിട്ടാറുള്ളൂ സാധാരണ ലെവൽ റോഡിൽ ഓടിക്കുന്നതിനേക്കാളും. പിന്നെ ഇത് 2011 മോഡലാണ്. ഡുവൽ ഡിസ്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള അതൊരു പോരായ്മയാണ്. ഇത്ര വെയിറ്റ് ഉള്ള ഒരു വണ്ടിക്ക് ബാക്ക് ബ്രേക്ക് എത്ര പോരാ. ഫ്രണ്ട് ഡിസ്കിൻ്റെ കാര്യത്തിലോ ഒക്കെ ബൈക്ക് ഡ്രം ആയത് കാരണം സ്റ്റാർട്ടർ മാറിയ കാര്യം പറഞ്ഞായിരുന്നല്ലോ. എത്ര തവണ മാറിയിട്ടുണ്ട് ഈ 2,00,000 കിലോമീറ്ററിനിടയ്ക്ക്? ഒരു തവണ മാത്രമേ മാറിയിട്ടുള്ളൂ. മാറേണ്ട കാര്യമില്ല, ബ്രഷ് മാത്രം മാറിയാൽ മതിയായിരുന്നു. ബ്രഷ് മാറുന്നതിന് 500 രൂപ ആവും. പുതിയതിന് 1250 രൂപയുള്ളൂ വിലയുള്ളൂ. എനിക്ക് തോന്നുന്നു മറ്റ് കമ്പനികളെ കമ്പയർ ചെയ്യുമ്പോൾ ബജാജിൻ്റെ സ്പെയർ പാർട്സിന് വില കുറവുണ്ടെന്ന് തോന്നുന്നല്ലേ? വില കുറവ്. പിന്നെ കോമ്പാക്റ്റുകളായിട്ടുള്ള വേറെ നമുക്ക് കിട്ടും. ഇപ്പം യമഹയോ ഹോണ്ടയോ കമ്പയർ ചെയ്യുമ്പോൾ താങ്കൾക്കൊരു ഹോണ്ടയുടെ ബൈക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ താങ്കളുടെ ഹോണ്ടയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു മെയിൻ്റനൻസ് കോസ്റ്റും ബജാജിന് കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് തോന്നുന്നല്ലേ? ഹോണ്ടയ്ക്ക് എൻജിൻ ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്, നോക്കിയിട്ട് പറയാം. അത് ഏകദേശം 40 അടുക്കുന്നതല്ലേ ഉള്ളൂ അല്ലേ? പിന്നെ ഇത് റൈഡിങ് ഒക്കെ എനിക്ക് കൂടുതലും ഉപയോഗിച്ച് ഇതായതുകൊണ്ടായിരിക്കും ഇതിനോടാണ് ഒരു കൂടുതൽ താല്പര്യം. ഹാൻഡിലിൻ്റെ പൊസിഷനും എല്ലാം ഇരിപ്പ് നമുക്ക് പൊസിഷൻ അല്ലേ? ഓക്കെ. 2,00,000 കിലോമീറ്റർ ഓടിയ റോണിയുടെ പൾസറിൻ്റെ പിസ്റ്റണും സിലിണ്ടറുമാണ്. ഇത് 1,00,000 കിലോമീറ്ററിൽ വെച്ച് ചേഞ്ച് ചെയ്തതാണ്. അപ്പം റോണി, ഒരുപാട് നന്ദിയുണ്ട്. താങ്കളുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചിലവാക്കിയതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെയും എൻ്റെ വ്യൂവേഴ്സിൻ്റെയും വകയായിട്ട് ഒരു താങ്ക്സ്.